WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്കനുസരിച്ച് നമ്മളിൽ സ്ട്രെസ് 75% പേർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ലേ? അധികവും മരണങ്ങൾ സംഭവിക്കുന്നതും ഈ സ്ട്രെസ് മൂലമാണെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന അല്ലെങ്കിൽ പിരിമുറുക്കം അനുഭവപ്പെട്ടിട്ടാണ് നമുക്ക് ഈ അസുഖങ്ങളും രോഗങ്ങൾ BP, പ്രഷർ, കൊളസ്ട്രോള്, BP തന്നെയാട്ടോ പ്രഷർ, അതേപോലെ ഡയബറ്റിക്സ്, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടാണ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാന്ന് പറയുന്നത്. അതായത് പിരിമുറുക്കം അനുഭവപ്പെടുമ്പോഴാണ്. അപ്പം WHO കണക്കനുസരിച്ച് 75% ആൾക്കാർക്കും ഇങ്ങനെ ഈ സ്ട്രെസ് കാരണമാണ് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്ന് മരണം സംഭവിക്കുന്നു എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അവരുടെ സൈറ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാകും അല്ലേ? ചുമ്മാ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു ചെറിയ വഴക്കുണ്ടായാൽ പോലും ടെൻഷൻ അടിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? ഭയങ്കര ഒരു പിരിമുറുക്കമായിരിക്കും നമുക്ക്. നമ്മുടെ മക്കളായിട്ടുണ്ടായാലും ഭർത്താവായിട്ടുണ്ടായാലും ഭാര്യയായിട്ടുണ്ടായാലും മാതാപിതാക്കൾ, അമ്മായിയമ്മ, ആരുമായിട്ടുണ്ടായാലും നമുക്കൊരു ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലേ? അതിങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കും. പിന്നെ ചിലപ്പോഴാണെങ്കിൽ നമ്മൾ ഓർക്കും അതൊന്ന് പറഞ്ഞ് തീർത്തായിരുന്നേ നല്ലതായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നായിരുന്നേ നല്ലതായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കും. ചിലപ്പോൾ പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യത്തെ ഓർത്തായിരിക്കും, ചിലപ്പോൾ പിള്ളേരുടെ ജോലിയെക്കുറിച്ച് ഓർത്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കല്യാണത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എന്തെങ്കിലും രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാര്യയുടെ രോഗത്തെക്കുറിച്ചോ. നമുക്കിങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ ടെൻഷൻ അടിക്കണേ. അതാ അതിലും വലിയ രസം. നമുക്കിപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് അത് കിട്ടുള്ളൂ നമുക്കറിയാം. അതേപോലെ കല്യാണം ആണെങ്കിൽ സമയമാകുമ്പോൾ നടക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ EMI അടയ്ക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചാണ് കടങ്ങൾ. അപ്പം അതിനെ അടയ്ക്കാനുള്ള ഒരു മാർഗം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. അതിന് പൈസ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുക, നമ്മളൊരു പിരിമുറുക്കം അനുഭവപ്പെടുകയോ ചെയ്തു. പിന്നെ വീട്ടിലുള്ളവരെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയല്ലോ എന്നൊരു ചിന്തയിൽ വന്ന് നമ്മൾ പിന്നെയും വിഷമങ്ങൾ അനുഭവിക്കും അല്ലേ? അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒത്തിരി പിരിമുറുക്കങ്ങൾ നമ്മളെ കൊണ്ടല്ലേ? ചിലർക്ക് ഏകാന്തതയിരിക്കും ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടും, കഴിഞ്ഞതിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു കൂട്ടിയും നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് അല്ലേ? ഇത് കുറയ്ക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ഫുൾ ടൈം ഇതിനകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാന്ന് പറയുന്നത് നമ്മൾ പല അസുഖങ്ങളിലും നമ്മളെ കൊണ്ടേ എത്തിക്കും. നമുക്കൊരു ജീവിതത്തിലൊന്ന് ജീവിക്കാൻ പോലും, നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. കാരണം ഈ എന്നെന്ന് പറയുന്നത് നമുക്ക് ഈ പിരിമുറുക്കത്തിൽ നിന്ന് ഒരു രക്ഷയില്ലാണ്ട് നമ്മൾ അതിനകത്ത് തന്നെ പെട്ട് കിടക്കുന്ന രീതിയിലേക്ക് വരും. പക്ഷെ നമുക്ക് മോചനം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ജീവിതം ഒന്നും അല്ലാതെയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് നിന്നൊരു മോചനം നമുക്ക് വേണം. അതിനാദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ, എന്തെങ്കിലും ഇങ്ങനെയുള്ള പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ എന്നാ പറയണേ ടെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വന്ന സമയത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അപ്പം തന്നെ പോയി നമ്മളൊന്ന് നന്നായിട്ട് തണുക്കെ കുളിക്കുക. നമ്മുടെ അടുത്ത് പുഴയുണ്ടെങ്കിൽ പുഴയിൽ പോയി കുളിക്കുക, തോടുണ്ടെങ്കിൽ തോടിൽ പോയി കുളിക്കുക, വീട്ടിലാണെങ്കിൽ വീട്ടിലെ കുളിക്കുക. അതേപോലെ എന്നാ കുളം ഉണ്ടെങ്കിൽ കുളത്തിൽ ഏറ്റവും നല്ലത് മുങ്ങി കുളിക്കുന്നതെന്ന് പറയണേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ നമ്മുടെ ശരീരം ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശരീരം, നമുക്ക് ദേഷ്യം വരുമ്പോഴും അങ്ങനെയല്ലേ? നമ്മുടെ ചിലരുടെയൊക്കെ മുഖം അങ്ങ് ചുമന്ന് വരുന്ന, കണ്ണൊക്കെ ഒരു പ്രത്യേക രീതിയിലാവും, മൂക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലേക്ക് വരുന്ന കണ്ടിട്ടില്ലേ? അവരുടെ മുഖഭാവം തന്നെ വേറൊരു രീതിയിലേക്കായി വരും. ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ കയറി വരുമ്പോഴത്തേനും വേറെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് തണുക്കാൻ നമുക്ക് സഹായിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഒരു തണുത്ത വെള്ളവും കൂടെ കുടിക്കുക. ഐസ് വെള്ളമല്ല, നല്ല തണുത്ത വെള്ളം നമ്മൾ ഏതാന്ന് വെച്ചാൽ അതെടുത്ത് കുളിക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറയും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ സദ്ഗുരുവിൻ്റെ ഇതിനകത്ത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു മാസത്തെങ്കിലും ഒരു ദിവസം നല്ല പുഴയിലോ അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിലോ എവിടെയെങ്കിലും ചാടി കുളിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മല കയറാൻ പോകുന്നില്ലേ, മലയിലൊക്കെ കയറാൻ പോകുന്നതും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ല ഒരു എനർജി നമ്മുടെ ശരീരത്തിലുണ്ട്. ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ കുറയാൻ സാധ്യമാകുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോകുന്നതൊക്കെ നല്ല ഇങ്ങനെയുള്ള വെള്ളത്തിൽ ചാടാൻ പോകുന്നതും കനാലിലോ തോട്ടിലോ കുളത്തിലോ നമുക്ക് അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് പോയി മുങ്ങി കുളിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി പ്രത്യേകിച്ചുണ്ടാകും. ആ പ്രകൃതിയിലെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്കൊരു എനർജി കൂടുതലുണ്ടാകും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്.
ഞാൻ സദ്ഗുരുവിൻ്റെ ഇഷയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ല, ശിവരാത്രിക്കും അല്ലാതെയും ഒക്കെ. അപ്പം അവിടുന്ന് കേട്ട കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. നല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി ഇങ്ങനെയുള്ള കുളികളും അല്ലെങ്കിൽ മല കയറാനൊക്കെ പോകുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കോള, ഡ്രഗ്സ്, അതേപോലെ ചായ, കോഫി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉപയോഗങ്ങളും നമുക്ക് സ്ട്രെസ്സ് കൂട്ടുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോൾ. പഞ്ചസാര ചെറിയ അളവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. കാരണം പഞ്ചസാര കൂടുതലിട്ട് ഇങ്ങനെയുള്ളത് കഴിക്കണം, അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ട്രെസ് ഉള്ളവർക്ക് കേട്ടോ, അത് മധുരം ഒത്തിരി ചെല്ലുമ്പോൾ കൂടും. മധുരം കുറച്ചൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കോള അതേപോലെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ സ്ട്രെസ്സ് കൂടും. പിന്നെ നമ്മുടെ വേറൊരു മൈൻഡല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്. മറ്റുള്ളവരോടൊരു വെറുപ്പും വിദ്വേഷവും ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ അത് ഇരട്ടിക്കാനല്ലേ സാധ്യത കൂടുതൽ. നമ്മൾ കണ്ടിട്ടില്ലേ ഡ്രഗ്സ് ഉപയോഗിക്കണവർ. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഉത്തേജിപ്പിക്കും. മറ്റുള്ളവരുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉത്തേജിപ്പിക്കും. ഏകാഗ്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഇതൊക്കെ അങ്ങ് പോവും. ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും എന്നാണ് പറയുന്നത്. പിന്നെ നല്ല സുഗന്ധമുള്ള അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ, അതായത് ചന്ദനത്തിരിയുടെയോ നല്ല മണങ്ങളില്ലേ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നല്ല ചന്ദനത്തിരി, നല്ല പെർഫ്യൂമുകൾ, അത് കട്ടിയല്ല കേട്ടോ, ഹാർഡായിട്ടുള്ളതല്ല, അങ്ങനെയുള്ള മണങ്ങളും നല്ലതാ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. അതായത് നമ്മുടെ മനസ്സിന് ശാന്തമാകുന്ന നല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. അത് ഒറ്റയടിക്ക് വായിച്ച് തീർക്കരുത്, കുറേശ്ശെ വായിച്ച് തീർക്കുക. ടെൻഷൻ വരുമ്പോൾ കുറച്ച് നേരം വായിച്ച് തീർക്കുക. ഇച്ചിരി നേരം കഴിയുമ്പോൾ വീണ്ടും വായിക്കുക. അങ്ങനെയൊക്കെ വായിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പെറ്റ്സുകളെ വളർത്തുന്നത് നല്ലതാണ്. അവരുടെ കളികളും അവരുടെ കാട്ടായങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഗാർഡനിങ് അത് നല്ലതാണ്. പിന്നെ പച്ചക്കറി കൃഷിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ്. അങ്ങനെ കൃഷി അതിലിറങ്ങിയ ആ പൂക്കളെയും ആ പച്ചക്കറികളെയൊക്കെ നോക്കി കാണുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും. അങ്ങനെയുള്ള പണികൾ ഇച്ചിരി ശരീരത്തിന് അധ്വാനമുള്ള പണികളൊക്കെ എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. അല്ലാണ്ട് നമ്മൾ ഒരു എക്സസൈസും ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കൂടും. നമുക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്ന് വിയർക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിന് ഒരു എനർജി കിട്ടും. പെട്ടെന്ന് നന്നായിട്ടൊരു ഉറക്കമൊക്കെ നമുക്കുണ്ടാകും അല്ലേ. പിന്നെ ഉറക്കക്കുറവ് സ്ട്രെസ്സ് കൂടാൻ കാരണമാണ്. അതായത് നല്ല ഉറക്കം വേണം. അല്ലെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ എങ്ങനെയെങ്കിലും നമ്മൾ മേല് കഴുകിയിട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ നല്ല ഉറക്കം കിട്ടും. അപ്പോൾ ആ ഉറക്കങ്ങളും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ടുകൾ, മെലഡീസ് ആയിട്ടുള്ള നല്ല പാട്ടുകൾ കേൾക്കുന്നത് നല്ലതാണ്. എന്നും പറഞ്ഞ് നമ്മുടെ പഴയ ഓർമ്മകൾ, നമുക്ക് ദുഃഖം തരുന്ന ഓർമ്മകളുള്ള പാട്ടുകളൊന്നും കേൾക്കാൻ പോരുത്. ആവശ്യമില്ലാത്ത ചിന്തകൾ വരുത്തുന്ന, അതായത് കഴിഞ്ഞ കാലങ്ങളിലുള്ള ചിന്തകൾ വരുത്തുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മളെ വേർപിരിഞ്ഞു പോയവർ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകളോ, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടായിരുന്നവർ നമ്മളെ ഇട്ടിട്ട് പോയ അവരുടെ പാട്ടുകൾ, അങ്ങനെയുള്ള ഓർമ്മകൾ ഉണ്ടാകുന്ന പാട്ടുകളല്ല. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഏതെങ്കിലും നല്ല പാട്ടുകൾ കേൾക്കുന്നത് ഒക്കെ നല്ലതാണ്. ഇനി ഭക്തിമാർഗം സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഭക്തി നല്ലൊരു ഇതാണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ. ഭക്തിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മുടെ കൃഷ്ണനെയോ അല്ലെങ്കിൽ ഈശോപ്പനെയോ മാതാവിനെയോ അള്ളാഹുവിനെ ആരെ ഇഷ്ടമെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കും, നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വേറെ ശ്രദ്ധയൊന്നുമില്ല, അതിൽ മാത്രമല്ല ദൈവത്തിൽ മാത്രമുള്ള ചിന്തയിലേക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങളാണത്. പിന്നെ ഏകാന്തതയിൽ ആരുമില്ല എന്നുള്ള ചിന്തയോടെ ഇരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ഇരിക്കുന്നുള്ളൂ എന്ന ചിന്തയോടെ ഇരിക്കാതെ നമ്മൾ ആ 4 ചുമരുകൾക്കിടയിലിരിക്കാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രകൃതിയെ കാണുക. പ്രകൃതിയുടെ ആ സൗന്ദര്യം ഒന്ന് കാണുക. സൂര്യനെയും ചന്ദ്രനെയും അങ്ങനെയുള്ളതിനെയും പച്ചപ്പുകളും ഒക്കെ കണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു കത്തി എടുത്താണെങ്കിലും ചുമ്മാ തോണ്ടി എന്തെങ്കിലും പൂച്ചെടിയുടെ കമ്പ് വെട്ടിയോ അങ്ങനെയൊക്കെ നടന്ന് പ്രകൃതിയിൽ ഒരു റോസാച്ചെടി വെച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പൂക്കൾ വെച്ച് പിടിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്ട്രെസ്സ് കുറയാൻ സാധ്യത. നമ്മൾ വീട്ടിനകത്തിരുന്നാൽ നമുക്ക് സ്ട്രെസ്സ് കൂടുകയുള്ളൂ. കാരണം നമുക്ക് വേറെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക.
നമുക്ക് വേറെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാതെ നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക, അതാണ് വേണ്ടത്. നമ്മൾ ഓർത്ത് നോക്കി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ശരീരം പോവല്ലേ ചെയ്യുന്നത്. ചിന്തിച്ചാൽ നമുക്ക് കിട്ടുമോ എന്തെങ്കിലും? പഴയ ചിന്തകൾ ഓർത്തിരുന്നിട്ടോ വരാനുള്ള ചിന്തേനെ ഓർത്തിട്ടോ നമുക്ക് ഒരു കാര്യമില്ല. വരാനുള്ളത് എന്നാന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. എന്താ വരാൻ പോകും നമ്മുടെ ജീവിതത്തിലെന്ന്. കഴിഞ്ഞു പോയതിനെ ഓർത്തുകൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള സന്തോഷങ്ങൾ നമ്മൾ അങ്ങനെ ഓർക്കണം എന്നുള്ളവർക്ക് സന്തോഷങ്ങൾ ഓർത്താൽ എന്തെങ്കിലും ഇച്ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതാണ്. എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ. അല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങൾ. അത് ഒരു തരത്തിലല്ലേ വേറൊരു തരത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പം അതും ഓർത്തുകൊണ്ട് ഇങ്ങനെ നമ്മളിരുന്ന് സ്ട്രെസ്സ് കയറ്റി നമുക്ക് കണ്ട അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കണേക്കാളും ഭേദമല്ലേ. ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച് അസുഖങ്ങൾ ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ചിന്തിച്ചുകൊണ്ട് ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിലില്ല. പിന്നെ നമ്മൾ നല്ല ഫുഡ് കഴിക്കണം, സാത്വികമായിട്ടുള്ള ഫുഡ്. അതായത് വെജിറ്റേറിയൻ ഫുഡുകളാണ് ഏറ്റവും നല്ലത്. കൊഴുപ്പ് കുറഞ്ഞുള്ള ഫുഡുകൾ നല്ലതാണ്. ഇറച്ചി മീനൊക്കെ കഴിക്കാം, പക്ഷെ കൊഴുപ്പ് കുറഞ്ഞ ഫുഡുകളാണ് കഴിക്കേണ്ടത്. അതേപോലെ ഭക്ഷണം കഴിക്കണം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ സ്ട്രെസ്സ് കൂട്ടുമെന്നാണ് പറയുന്നത്. അതായത് കിഴങ്ങ്, പരിപ്പ്, പയറുവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ ഗ്യാസ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. കപ്പയൊക്കെ ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതാണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സും വയറ്റിലെ ഗ്യാസും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് കുറയ്ക്കുക. പിന്നെ പ്രാണായാമം ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. പ്രാണായാമം ഞാൻ പരിശീലിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ കണ്ണടച്ച് സ്വസ്ഥമായൊരു സ്ഥലത്ത് പോയി ചെമ്പ്രം പടിഞ്ഞോ ഇങ്ങനെ കസേരയിലോ എങ്ങനെയെങ്കിലും ഇരിക്കാൻ പറ്റുന്നവർക്ക് ഏത് രീതിയിൽ നിവർന്നിരിക്കുക. എന്നിട്ട് വായിലൂടെ ശ്വാസഭാഗത്തേക്ക് വലിക്കുക, ഇങ്ങനെ വലിക്കുക. എന്നിട്ട് അത് വായിക്കോടെ തന്നെ പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 10ഓ 15ഓ പ്രാവശ്യം നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം പ്രാവശ്യം ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഏകാഗ്രമായിട്ട് അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. അതായത് വായിലേക്ക് ഇങ്ങനെ ശ്വാസം കയറുന്നതായിട്ടും വായിൽ നിന്ന് ഇറങ്ങണമായിട്ടും പല്ലുകളുടെ ഇടയിലൂടെ അല്ലെങ്കിൽ നാക്കിനകത്തോടെ ഏത് രീതിയാണെന്ന് വെച്ചാൽ വായ്ക്കകത്തോടെ ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതായിട്ടും ശ്വാസം എല്ലാം സ്ട്രെസ്സുള്ള എന്ത് സാധനം നമ്മുടെ മനസ്സിലുള്ള അത് പുറത്തേക്ക് പോകുന്നതായിട്ട് ഒരു കറുത്ത പുകയായിട്ട് പോകുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ വെളുത്ത പുകയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, ഇങ്ങനെ വിടുമ്പോൾ കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും. ഈ പ്രാണായാമം ശീതളി പ്രാണായാമം എന്നാണ് പറയുന്നത്. നമുക്കൊരു കുളിർമ നൽകുന്ന പ്രാണായാമം ആണ്. ഇതൊക്കെ ചെയ്യുന്നതും ഒത്തിരി നല്ലതാണ്. മറ്റുള്ള പ്രാണായാമം മൂക്കടച്ച് പിടിച്ചിട്ട് ചെയ്യുന്ന പ്രാണായാമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്ട്രെസ് ഉള്ളപ്പം ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത് പ്രാണായാമം. ഇങ്ങനെയുള്ള പ്രാണായാമം ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ എന്നാ പറയുക ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സ്ട്രോങ് ആയ ഒരു അവസ്ഥ ഉണ്ടാകും. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. അല്ലാണ്ട് നമ്മുടെ സ്ട്രെസ്സും കൊണ്ട് നമ്മൾ രോഗികളായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും നോക്കാനുണ്ടോ അല്ലേ? നമ്മൾ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. അപ്പം നമ്മൾ തന്നെ സ്വയം നമ്മളെ ഇതിൽ നിന്നൊക്കെ മുക്തരാക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇതിൽ പെട്ട് കിടന്നിട്ടുണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പം ഇതൊക്കെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത് പ്രാണായാമം ചെയ്യാനും വെള്ളം കുടിക്കാനും കുളിക്കാനും പുസ്തകം വായിക്കാനും നന്നായിട്ട് ഉറങ്ങാനും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശീലിച്ച് നോക്കിക്കേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.